എൻ്റെ ബിഗ് ബോസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ ഒരു തെറ്റ് ചെയ്താൽ സ്പോട്ടിൽ കളയണം. എന്തിനാണ് ഈ വാണിംഗ് കൊടുക്കണത്? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങ് കളയണം. അവിടെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് സ്പോട്ടിൽ കളയുക. അവിടെ മറ്റേ ദാശന്യം വെച്ചിട്ട് കാര്യമില്ല. ടിക്കറ്റ് ഫിനാലെ അങ്ങനെ എങ്ങനെ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സ്പോട്ടിൽ കളയണം. മനസ്സിലായില്ലേ? എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഒരു നിസ്സാര പ്രശ്നത്തിന് ഇത്രയും വഷളായി. എന്തോ തടയത് ഇത്രയും സീസണിൽ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല. ദേഷ്യം വന്ന് ഈ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനുള്ള ആ ഒരു മൈൻഡ് വരുവാണ്. സത്യം സീരിയസ്ലി പറയാം. എന്തോ തടയത്? ചുമ്മാ ഒരു ചെറിയ കാര്യം അങ്ങ് വളച്ച് ഓടിച്ച് ആ വലിയ പ്രശ്നമാക്കി. ആ പാവപ്പെട്ട ഷാനവാസൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ ഓൾറെഡി വയ്യ. പിന്നെ നീയൊക്കെ 3 എണ്ണത്തിന് നെഗറ്റീവായി. ഓൾറെഡി നെവിനും അക്ബറും ആര്യനും നെഗറ്റീവായി. മിക്കവാറും പോകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല. പക്ഷേ എല്ലാം കണക്കാം. എല്ലാം ഈഗോ തലയ്ക്ക് പിടിച്ച് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണ് ഒരു വീട്. മനസ്സിലായില്ലേ? എല്ലാത്തിനും അത് ചെയ്യൂല ആ ഒരിത്. സീരിയസ്ലി പറയണം, ഒരുത്തനും വോട്ട് കൊടുക്കരുത്. ഒരുത്തനും. ബിഗ് ബോസ്, എനിക്ക് ഫാൻസ് മറ്റേ കോപ്പന്മാരോടല്ല പറയാനുള്ളത്, ബിഗ് ബോസ് കാണുന്ന റിയൽ പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. ഒരുത്തനും വോട്ട് കൊടുക്കരുത്. ഷാനവാസ് കേക്കോട് പാവം. ആ മനുഷ്യന് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. ആ മനുഷ്യൻ കപ്പടിക്കട്ടെ, ഇല്ല അനീഷോ കപ്പടിക്കട്ടെ, ആര് വേണമെങ്കിലും കപ്പടിക്കട്ടെ. ആരും നല്ല സോറി മാറിപ്പോ അനീഷോ മറ്റേ ഷാനവാസ് കപ്പടിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ വേറെ ഒരുത്തനും കപ്പടിക്കരുത്. ഒരുത്തനും ഡിസർവിങ് അല്ല. എൻ്റെ മറ്റേ വർത്താനം നീ കുറേ എണ്ണം വരും സിമ്പതിയായിട്ട്. എല്ലായിടത്തിനും അങ്ങ് വോട്ട് കൊടുക്കും. ഒരുത്തരും നെഗറ്റീവ് അടിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാം കണക്കാ. എല്ലാം